മുതൽ തബ്ലീഗിന്റെ കമ്പനികൾ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ സുബ്ഹാനല്ലാഹ് ഇവിടെ താടിക്കത്ര നീളമുണ്ടായിട്ടും കാര്യമില്ല മോനെ. റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ അവന്റെ നെറ്റിന്റെ നിസ്കാരം തയമ്പ് കണ്ടിട്ടല്ല, അവന്റെ മുഖം നോക്കിയിട്ട് റബ്ബിന്റെ മുമ്പിൽ ആട്ടിയോടിക്കപ്പെടുകയാണ്. പോടാ ഇവിടുന്ന് പോടാ, ഇനി രക്ഷപ്പെടുത്താൻ വേറെ നേതാവില്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നാളെ റബ്ബിന്റെ കോടതിയിൽ ലോക ജനങ്ങൾ വിഷമിക്കുന്ന 3 ഘട്ടമാണ്. എല്ലാ സ്ഥലത്തും നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിതങ്ങളാണ് ഹൗദുൽ കൗസറിന്റെ അടുത്തുള്ളത്, ആ നബിതങ്ങളാണ് സിറാത്ത് പാലത്തിന്റെ അടുക്കലുള്ളത്, ആ നബിതങ്ങളാണ് മീസാനാകുന്ന തുലാസിന്റെ അടുക്കലുണ്ട്. രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കലല്ലാതെ നമ്മൾക്ക് വേറെ വഴികളില്ല. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര്, ആ മഹാന്മാര് റബ്ബിലേക്ക് കൈമലർത്തി പാടിയത് കണ്ടില്ലേ? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖാ വാഹ്ലനാ ഇല്ലാ യാ سيدي خير النبي الصلاة على النبي. الشفاعة هب لنا. നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ, അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ. ലോക മുഅ്മിനീങ്ങൾ പാടിയതാണ്, ആരിഫീങ്ങൾ പാടിയതാണ്, മഹത്തുക്കൾ പാടിയതാണ്. എപ്പോഴാണ് ശഫാഅത്ത്? യൗമൽ ഖിയാമ. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖാ. ലോക ജനങ്ങൾ പേടിച്ച് കിടുകിട് വറക്കുന്ന മഅ്ശറ, ആ മഅ്ശറയിൽ അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ലോക മുഅ്മിനീങ്ങൾ പാടിയതാണ്, ആരിഫീങ്ങൾ പാടിയതാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നത് കണ്ടോ? വാഹ്ലനാ ഇല്ലാ അയാ. ലോക മുഅ്മിനീങ്ങൾ ആശിഖുർ റസൂൽ, അതേ നബി തങ്ങളെ ഇഷ്ടിവെച്ച മഹാന്മാര്, മഹത്തുക്കള്, ആരിഫീങ്ങള്, അവരൊക്കെ നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമ്പോ ആ ശഫാഅത്തെങ്കിലും പാവപ്പെട്ട നമ്മൾക്ക് കിട്ടാതെ അത് നഷ്ടപ്പെട്ടു പോയാൽ വാഹ്ലനാ ഞങ്ങളെ സങ്കടമേ, ഞങ്ങളുടെ ദുഃഖമേ, ഞങ്ങളുടെ കഷ്ടപ്പാട് ലോക ജനങ്ങൾ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ആ ശഫാഅത്തെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ദുഃഖമേ, ഞങ്ങളുടെ സങ്കടമേ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിനെ ആഗ്രഹിച്ച് വിളിച്ച് ചോദിച്ച മഹാന്മാര്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എപ്പോഴും നബി തങ്ങളെ വിളിക്കുന്നവരാകണം, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, നബി തങ്ങളെ മുമ്പിലേക്ക് കൈനീട്ടി വിളിക്കണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങളെ വിളിച്ച് സങ്കടം പറയുന്നവരാകണോ? നബി തങ്ങളോട് സങ്കടം പറയുന്നവരാരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് കണ്ടില്ലേ? അമ്മസ്സായില ഫലാ തൻഹർ, അമ്മസ്സായില ഫലാ തൻഹർ യാ റസൂലല്ലാഹ്. നബിയെ തങ്ങളോട് ആരെന്ത് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടാലും, ആരെന്ത് സങ്കടം പറഞ്ഞാലും അവരെ ആട്ടിയോടിക്കല്ല നബിയേ. നബി തങ്ങളെ വിളിച്ച് സങ്കടം പറയുന്നവരാകണം, ആ നബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാകണം, അവിടുത്തെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുന്നവരാകണം.
മഹാന്മാരെ ചരിത്രം പറഞ്ഞാൽ എന്റെ സദസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റസൂലുള്ളാഹിനെ ഇഷ്കി വെച്ച മഹത്തുക്കളെ ചരിത്രം പറഞ്ഞാൽ പാവപ്പെട്ട എന്നെ പോലത്തെ പാവപ്പെട്ട ഈമാൻ കുറഞ്ഞവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലും ഒരു കാര്യം പറയട്ടെ, മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ എഴുതി വെച്ചത് കാണാം. നബി തങ്ങളെ ഇഷ്കി വെച്ച മഹാന്മാര്, നബി തങ്ങളെ സ്നേഹിച്ച മഹാന്മാര്, അല്ലാഹുവിന്റെ ഹബീബാണ്, ഖൽബ് നിറയെ ഹബീബ് തങ്ങളാണ്. ആ മഹത്തുക്കളായ ആശിഖീങ്ങൾ അവരതാ മരിക്കാൻ വേണ്ടി കിടക്കുന്നു. മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അവിടെ മുമ്പിലിരിക്കുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോ ആശിഖീങ്ങൾ പാടിയത് കേൾക്കണോ? ഇന്ന ബൈതൻ ലം തസാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. ആശിഖീങ്ങളാകുന്ന മഹാന്മാര് അവർ കലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് പോലും പാടിയത് ഇന്ന ബൈതൻ ലം തസാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. സയ്യിദ് തങ്ങൾ ഉസ്താദ് അവർകൾ വേദിയിലേക്ക് കയറി വരുന്നു. മഹാനായ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അടക്കം അല്ലാഹു നമ്മുടെ നേതാക്കന്മാർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മഹാനായ ബയാർ തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഹിമ്മത്തും ഖുവ്വത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉള്ള സ്ഥലം അടുത്തടുത്തിരുന്ന് എല്ലാവരും അടുത്തടുത്തിരിക്കണം. കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ ബയാർ തങ്ങൾ ആശിഖുർ റസൂൽ അല്ലാഹു തആല ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വം ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര, ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ആശിഖീങ്ങൾ അവർ വഫാത്താകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ ആശിഖീങ്ങൾ കടന്നിട്ട് പാടിയത് കേൾക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നല്ല മഹാന്മാര് പറയുന്നത്. അവർ കടന്നിട്ട് അസ്സകറാത്തിന്റെ സമയത്ത് പോലും പാടിയത് ഇന്ന ബൈതൻ ലം തസാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വേറെ ചില മഹാന്മാർ പാടിയത് എങ്ങനെ? ഇന്നാ ബൈതുൻ ലം തസാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അവരാണ് ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാര്. അവരൊക്കെ നബി തങ്ങളെ വല്ലാതെ ഇഷ്ക് വെച്ചവരാണ്. വല്യരായ ബയാർ തങ്ങൾ ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഒരൽപ്പം അവിടുത്തെ മഹബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലാഹു ഈ മഹബത്ത് പറഞ്ഞ സദസ്, ഈ ഇഷ്ക് പറഞ്ഞ സദസ്, റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ കറാമത്ത് പറഞ്ഞ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ അത്താണിയായ മഹാനായ ബയാർ തങ്ങൾ അല്ലാഹുവേ നീ ഖുവ്വത്ത് കൊടുക്കണേ റഹ്മാനേ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ തണല് ദീർഘകാലം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കഴിഞ്ഞ സ്വലാത്തിന് ഞാൻ ഇവിടെ വരുമ്പോ എന്റെ കൂടെ പെർലിൽ നിന്ന് ഡ്രൈവറായിട്ട് വന്ന മുഹമ്മദ് അലി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ തങ്ങളെ റൂമിലേക്ക് കടന്നപ്പോൾ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഉസ്താദിന്റെ ഡ്രൈവറാണെന്ന്. യഥാർത്ഥത്തിൽ അബുദാബിയിലാണ് അയാൾ ഉള്ളത്. ഒരു മാസത്തെ ലീവിന് വന്നതാണ്. പക്ഷെ തങ്ങളെ ഞാൻ ഉസ്താദിന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. അയാള് കഴിഞ്ഞ സലാത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം ഗൾഫിൽ പോയി. അബുദാബിയിൽ എത്തിയ ഉടനെ തന്നെ ആർട്ടക്കായി 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അബുദാബിയിൽ ഹോസ്പിറ്റലിലാണ്. മഹാനായ ബയാർ തങ്ങൾ ഞാൻ അബുദാബിയിൽ പോയപ്പോ അയാളെ സന്ദർശിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഡോക്ടർമാരൊക്കെ മരിച്ചു എന്നാണ് പറഞ്ഞത്. മരിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ പറയാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു, ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു വീട്ടിലൊക്കെ പറയണം. പക്ഷെ അൽഹംദുലില്ലാഹ് വലിയരായ ബയാർ തങ്ങൾ പോയിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താകും. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയാർ തങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പലവരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ നേതൃത്വത്തിന് ശക്തി നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ
സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുകയല്ല. മഴക്കാലമായതിനാൽ പെട്ടെന്ന് നിർത്തണമെന്ന് പ്രത്യേകമായ തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ ഈ മഴക്കാലത്ത് ആയിട്ട് പോലും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ ആയിരങ്ങൾക്ക് പറയാനുള്ളത്